വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 235 പേരാണ് മരിച്ചത്. ആയിരങ്ങൾക്ക് പരുക്കുപറ്റി. പതിനായിരക്കണക്കിന് ആളുകളാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നത്. അതിനിടെ ലോകരാജ്യങ്ങൾ വെനസ്വേലയ്ക്കായി സഹായം എത്തിച്ചു തുടങ്ങി. നന്ദന രാജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദന, അതിദാരുണമായൊരു സംഭവം ഏകദേശം 235ഓളം പേരുടെ മരണത്തിനിടയാക്കിയെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അനുശ്രീ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് വെനസ്വേലയിൽ ഇന്നലെ ഉണ്ടായത്. ഇന്നലെയാണ് ഇരട്ട ഭൂചലനം വെനസ്വേലയിൽ അനുഭവപ്പെട്ടത്. ഇപ്പോൾ മരണസംഖ്യ 235 ഉയർന്നിട്ടുണ്ട്. 1500-ലേറെ പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. 250ഓളം കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. 10,000-ഓളം പേർ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവിടെ നിന്നും ഇപ്പോഴും ആളുകളുടെ നിലവിളി കേൾക്കാമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. വീടുകളൊക്കെ തകർന്നതോടെ ആളുകൾ തെരുവുകളിലാണ് ഇന്നലെ ഉറങ്ങിയിട്ടുള്ളത്. കാരക്കാസിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നും 21 പേരെ രക്ഷിച്ചിട്ടുണ്ട്. 11 മൃതദേഹങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. US ജിയോളജിക്കൽ സർവേ പ്രകാരം ആദ്യ ഭൂചലനം 2.7 തീവ്രതയിലും രണ്ടാം ഭൂചലനം 7.5 തീവ്രതയിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭൂകമ്പത്തിന്റെ ആഘാതം വെനസ്വേലൻ അതിർത്തിയും കടന്ന ആമസോൺ വരെ അനുഭവപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും മൊബൈൽ നെറ്റ്വർക്കും പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റഷ്യ, ചൈന, US, UK, മെക്സിക്കോ തുടങ്ങി ലോകരാജ്യങ്ങൾ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമേരിക്ക $150 മില്യൺ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കപ്പൽ വഴിയും വിമാനം വഴിയും സഹായങ്ങൾ വെനസ്വേലയ്ക്ക് നൽകുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് വെനസ്വേലയിൽ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുശ്രീ, നന്ദനരാജനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.